ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് CMR ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിന്റെ യൂസ്ഡ് റിവ്യൂ ആണ്. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് അണ്ടർ 20,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതിന്റെ ബേസ് മോഡലായിട്ട് വരുന്നത് 8GB 128GB പിന്നെ ഒരു വേരിയന്റ് വരുന്നത് 8GB 256GB എന്ന് പറയുന്ന മോഡലുമാണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 5 ഹോൾ ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 480 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2160 ഹെഡ്സിന്റെ PWM ഡിമ്മിംഗ് എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 185 ഗ്രാം ആണ്. പിന്നെ തിക്നെസ് വരുന്നത് 7.5 mm ആണ്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ IP54 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിൽ. ഇനി ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് വരുന്നത് ബ്ലാക്ക്, ഓറഞ്ച്, ലൈറ്റ് ഗ്രീൻ, അതുപോലെ വൈറ്റ് എന്ന് പറയുന്ന 4 വേരിയൻസ് ആണ് വരുന്നത്, കളർ വേരിയൻസ്. ഇപ്പൊ എന്റെ കയ്യിരിക്കുന്ന ഈ ഒരു ഫോൺ ആണെങ്കിൽ ഓറഞ്ച് കളർ വരുന്ന ഫോണാണ്. പക്ഷെ ആക്ച്വലി ഇതിന്റെ ശരിക്കുള്ള കളർ എന്ന് പറയുന്നത് ചെറിയൊരു റെഡ് ഷെയ്ഡ് ഉള്ള ഒരു കളറാണ്. ഈ ക്യാമറ നിങ്ങൾ നോക്കുമ്പോൾ ഓറഞ്ച് കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഈ ഒരു ഫോണിന്റെ ഒരു റെഡ് ഷെയ്ഡ് ഉള്ള ഒരു കളർ വേരിയന്റ് ആണിത്. ഈ ഒരു ഫോണിന്റെ വൈറ്റ് വേരിയന്റ് എന്ന് പറയുമ്പോൾ എക്സാക്ട് വൈറ്റ് അല്ല, എന്തോ പറയുന്ന ഒരു മാറ്റ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഹാഫ് വരുന്ന വൈറ്റ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആഷ് കളറാണ് വരുന്നത്. അതും മാറ്റ് ഫിനിഷ് തന്നെയാണ്, പക്ഷെ കളറിൽ വ്യത്യാസമുണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് വൈറ്റ് വേരിയന്റ് വരുന്നത്. എന്നാൽ ഗ്രീൻ വേരിയന്റ് വരികയാണെങ്കിൽ ഇതുപോലെ മാറ്റ് ഫിനിഷ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ലൈറ്റ് ഗ്രീനിന്റെ ഇവിടെ ഗ്ലോസി ഫിനിഷ് ആയിട്ട് വരും. അത് മിന്റ് ഗ്രീൻ എന്ന് പറയാം ഒരു കളർ വേരിയന്റ്. ബ്ലാക്ക് കളർ വേരിയന്റ് ആണെങ്കിലും ഇവിടെ മാറ്റ് ഫിനിഷ്, ഇവിടെ ഗ്ലോസി ഫിനിഷ് ആയിരിക്കും വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 16 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ സൈഡിൽ ഒരു എസെൻഷ്യൽ കീ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ നമുക്ക് ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട്, വോയിസ് നോട്ട് അതെല്ലാം എടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റീരിയോ സ്പീക്കർ അല്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ വോളിയം കുറച്ച് കുറവാണ്, മറ്റു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വോളിയം കുറവാണ്. ഫോണിന് നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. കോസ്റ്റ് കട്ടിങ്ങിന്റെ ഇതായിട്ടായിരിക്കാം സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല, സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം കുറച്ച് കുറവാണ്. ഇനി സ്റ്റോറേജ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4X റാം ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 സ്റ്റോറേജ് വേരിയൻസ് ആണ് വരുന്നത്. 8GB 128 8GB 256GB എന്ന് പറയുന്ന 2 വേരിയൻസ്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു സമയത്ത് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. ഒരു സമയത്ത് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സമയത്ത് ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ വരുന്ന അണ്ടർ 20,000 പ്രൈസിൽ വരുന്ന മിക്ക ഫോൺസിലും ഇപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കുന്നില്ല. മിക്ക ഫോൺസിലും ഹെഡ്ഫോൺ ജാക്കും കൊടുക്കുന്നില്ല, മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുക്കുന്നില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടെങ്കിലും കൊടുത്തിട്ടുണ്ട്, അത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണെങ്കിൽ പോലും. പിന്നെ ഈ ഒരു ഫോണിൽ ആക്സസറീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വാലറ്റ് ആണെങ്കിലും വേറെ ആക്സസറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം 20,000 സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ എസെൻഷ്യൽ കീ എന്ന് പറയുന്ന ബട്ടണും കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് വോളിയം ബട്ടൺ കൊടുത്തിരിക്കുന്നത്. മിക്കവർക്കും ഈ സംഭവം മാറിപ്പോയി, എനിക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇടയ്ക്ക് അതായത് സ്ക്രീൻഷോട്ടിന്റെ ബട്ടൺ നമ്മൾ പവർ ബട്ടൺ എന്ന് പറഞ്ഞ് ഓൺ ചെയ്യും. അതുപോലെ വോളിയം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ യൂസ് ചെയ്ത് വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇനി പ്രോസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTek Dimensity 7300 Pro എന്ന് പറയുന്ന പ്രോസസ്സറാണ്. CMR ഫോൺ 1ലാണെങ്കിൽ MediaTek Dimensity 7300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് കിട്ടുമെന്ന് പറയാം. അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് എന്ന് പറയുമ്പോൾ അത്ര വലുതായിട്ട് ഹീറ്റിംഗ് ഒന്നുമില്ല, ചെറിയൊരു ഹീറ്റിംഗേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് നല്ല കിടില സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്, നത്തിങ് OS. പിന്നെ ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു
ഡിഫോൾട്ടായിട്ട് അതും ഇടാം, അല്ലാതെ നത്തിങ് വോയിസ് വേണമെങ്കിൽ അതും നമുക്ക് ഇടാം. അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും നത്തിങ് വോയിസ് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നല്ല ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്. ആഡ്സും ലോഡ് വേഴ്സ് ഒന്നുമില്ല. നീ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ആഡ്സും ലോഡ് വേഴ്സ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഗൂഗിളിന്റെ കുറച്ച് ആവശ്യമില്ലാത്ത, നമ്മൾ അത്ര യൂസ് ചെയ്യാത്ത കുറച്ച് ആപ്സ് ഉണ്ട്. അത് എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ അത് അൺഇൻസ്റ്റാൾ ആക്കാനും പറ്റത്തില്ല, ഡിസേബിൾ ചെയ്തിടാം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ആപ്സേ ഉള്ളൂ. ഗെയിമിംഗ് കുഴപ്പമില്ല, നോർമൽ ഗെയിമൊക്കെ ഈ ഒരു ഫോൺ കളിക്കാം. പക്ഷെ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. ഈ ഒരു ഫോണിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലൊരു ക്യാമറ അങ്ങനെയൊക്കെയുള്ള ഒരു ഫോണാണ്. ക്യാമറയിലേക്ക് ഞാൻ വരാം. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണാണ്. അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ബഗ്ഗോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെറിയ മൾട്ടി ടാസ്കിങ്, എഡിറ്റിംഗ് അല്ലാതെ നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് നോക്കി. ചെറിയ ഹീറ്റിംഗ് വിഷയമൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഞാൻ മുൻപ് റെഡ്മി നോട്ട് 14 5G എന്ന് പറയുന്ന ഫോണിന്റെ യൂസർ റിവ്യൂ ഇട്ടിരുന്നു. അതിൽ കുറെ പേരൊക്കെ വന്ന് ഡൗൺഗ്രേഡ് ചെയ്യുന്നു, ഇങ്ങനെയൊന്നും അല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് ഫോൺ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു ഫോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും ആ ഒരു ഫീൽ ആവണമെന്നില്ല. കാര്യം എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നത് ഒരുപോലെയല്ല. ചിലർ നോർമൽ യൂസ് ആയിരിക്കും, ചിലർ ഗെയിമിങ്ങിന് വേണ്ടിയായിരിക്കും, ചിലർ മൾട്ടി ടാസ്കിങ് ഹെവി യൂസൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും അറിയുന്നത്. ഞാനിപ്പോൾ നോർമലി യൂസ് ചെയ്യുകയാണെങ്കിൽ റെഡ്മി നോട്ട് 5G എന്ന് പറയുന്ന ഫോൺ ചിലപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ എങ്ങനെ ഇരുന്നാലും ഫോൺ കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും, ഗെയിം കളിക്കുകയോ എഡിറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇരുന്നാൽ പോലും അറിയാൻ പറ്റും ഈ ഫോണിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാനിപ്പോൾ ആ ഒരു ഫോൺ ഇറങ്ങിയ ജാനുവരി ആണെന്ന് തോന്നുന്നു, 6 മാസം ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ പലരും വന്ന് കമന്റിൽ ചീത്ത വിളിക്കുകയും ഡൗൺഗ്രേഡ് ചെയ്യാതിരിക്കുക, എനിക്ക് തോന്നുന്നത് ഷോമി ഫാൻസ് ആയിരിക്കും. ഞാനും ഷോമിയുടെ ഫോൺസാണ് ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം തോന്നിയതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും വന്ന് കമന്റ് ചെയ്യുന്നത്. അവരോട് എനിക്കൊന്നും പറയാനില്ല. അതല്ലാതെ പലരും ഇപ്പോൾ കമന്റ് ബോക്സിലാണെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാണെങ്കിലും പറയുന്നുണ്ട്, റെഡ്മി നോട്ട് 14 5Gക്ക് ഈ ഇഷ്യൂസ് ഉണ്ട്, യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഫോൺ എടുത്തു. അതുകൊണ്ടാണ്, അതായത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ കാര്യം. അപ്പോൾ ഞാൻ CMF ഫോൺ 2 Proയിൽ നിന്ന് റെഡ്മി നോട്ട് 14 5G എന്ന് പറയുന്ന ഫോണിലേക്ക് പോയി. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസ് വൈസ് ചെറിയ ഷട്ടർ ലാഗൊക്കെ ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. ചെറിയ ലാഗ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, വലുതായിട്ടില്ല, ചെറിയൊരു മൈന്യൂട്ടായിട്ട്. ഇപ്പൊ നമ്മൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസ് വൈസ് നല്ല ഫോണാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഈ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്. ട്രിപ്പിൾ ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ ഫോൺസിൽ നിന്ന് ടെലിഫോട്ടോ ലെൻസ് അങ്ങനെ വരാറില്ല, പക്ഷേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല ഔട്ട്പുട്ട് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫോട്ടോസ് തരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാ പിക്സലാണ്. ഇപ്പൊ 16 മെഗാ പിക്സൽ ആണെങ്കിൽ പോലും നല്ല ഔട്ട്പുട്ടാണ് തരുന്നത്. ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു, IQ C10 Lite എന്ന് പറയുന്ന ഫോണിന്റെ ഒരു ഷോർട്ട് വീഡിയോ. ആ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് CMF ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള എൻ്റെ ടെക് വീഡിയോസും ഈ ഒരു ഫോണിലെടുത്ത വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവും. പിന്നെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ബാക്ക് ക്യാമറ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല, 1080 at 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു 20,000 പ്രൈസ് റേഞ്ചിൽ നല്ല കിടില ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഫോട്ടോ എടുക്കാൻ അറിയുന്നവർക്ക്. ഞാൻ എടുത്ത ഫോട്ടോയും വീഡിയോ ഔട്ട്പുട്ട്സും ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ അത്ര നല്ല ഫോട്ടോഗ്രാഫി സ്കില്ലുള്ള ഒരാളല്ല, എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ എനിക്ക് ചില സമയത്തൊക്കെ ഒരു യെല്ലോയിഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫോണാണെങ്കിൽ ഇപ്പോൾ റെഡ്മി, ഓപ്പോ, വിവോ ആ ഒരു ഫോൺസിലേക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റിഷ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് റെഡ്മി നോട്ട് 14 5G എന്ന് പറയുന്ന ഡിവൈസിലാണ്.
ഈ ഒരു ഡിവൈസിലാണെങ്കിൽ പോലും ഒരു വൈറ്റിഷ് വരുന്നുണ്ട്. എന്നാൽ CMR ഫോൺ 2 Proയുടെ ഫ്രണ്ട് ക്യാം എടുക്കുമ്പോൾ അതൊരു ചെറിയ യെല്ലോയിഷ് ചില സമയത്തൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വെയിലത്തൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ തോന്നാറില്ല. എന്നാൽ അല്ലാത്ത നോർമലൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യുമ്പം ആ ഒരു ഇത് ചെറിയൊരു യെല്ലോയിഷ് വരുന്നുണ്ട്. യെല്ലോയിഷ് കളർ റേഡിയൻസ് വരുന്നുണ്ട്. അല്ലാതെ ബാക്ക് ക്യാമറ ആണെങ്കിൽ നല്ലൊരു ക്യാമറ ഇതാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പുറത്തുപോയിട്ടാണ് വരുന്നത്. അതായത് USB ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാര്യം. ലാപ്ടോപ്പ് ചത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് അധികം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ കിട്ടും. Redmi Note 45 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു CMR ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കുഴപ്പമില്ല കിട്ടുന്നുണ്ട്. 5000 mAh സംഭവം ബാറ്ററി കിട്ടുന്നുണ്ട്. വലിയ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഒന്നുമില്ല. ചെറിയ മൈന്യൂട്ടായിട്ട് ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉള്ളൂ. ഇഷ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഏതൊരു ഫോണായിരുന്നാലും ഉണ്ട്. ഹെവി യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ വരും. ആ ഒരു ഇഷ്യൂ മാത്രമേ ഈ ഒരു ഫോണിൽ ഉള്ളൂ. പിന്നെ ചാർജിങ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അത് ഈ 33 വാട്ട് ആണെങ്കിൽ പോലും ഒരു 2.25 മണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ട് 0 to 100% എത്താനായിട്ട്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 8 മണിക്കൂർ ഇപ്പം നമുക്ക് ചാർജ് കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൽ. കുഴപ്പമില്ല. ഹെവി ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പം നിങ്ങളൊരു നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് CMR ഫോൺ 1 ചാർജർ കൊടുത്തിട്ടില്ലായിരുന്നു. ചാർജർ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചാർജർ വാങ്ങണമായിരുന്നു. പക്ഷേ CMR ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഡിവൈസിൽ ബോക്സിൽ തന്നെ ചാർജർ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാ, ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഒരു 2.25 മണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടാസ്ക് ആണ്. ഞാനിപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത്, അതായത് ബേസ് വേരിയന്റ് ആയിട്ടുള്ള 8GB 128GB പ്രൈസ് വരുന്നത് 18,999 ആണ്. അതുപോലെ 8GB 256GB പ്രൈസ് വരുന്നത് 20,999 ആണ്. ബേസ് വേരിയന്റ് വരുന്ന 8GB 128GB ആണ്. ആകെ 2 വേരിയൻസ് വരുന്നുള്ളൂ. 20,000 പ്രൈസ് റേഞ്ചിലൊക്കെ ബേസ് വേരിയന്റ് 8GB 128GB ആണ് വരുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫോണിന് നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ടെന്ന് വെച്ചാൽ പോസിറ്റീവ് ഉണ്ട്. ഈ ഒരു ഫോണിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഒരു വെറൈറ്റി ഡിസൈനും ക്യാമറയും ഒക്കെയാണ്. പക്ഷെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോണിൽ ഹെഡ്ഫോൺ ജാക്കില്ല, മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയ ഷട്ടലാക്കുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന് വോളിയം കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മൾ റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ വോളിയം കുറച്ച് കുറവാണ് ഈ ഒരു ഫോണിൽ. സാധാരണ ഫോൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ വോളിയം കുറച്ച് കുറവാണ്. ഈ CMR ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്തതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഈ CMR ഫോൺ 2 Pro എന്ന് പറയുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിരുന്നു. കാര്യം മോണോ സ്പീക്കർ ഇല്ല, അണ്ടർ 20K ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ക്യാമറ ഫോൺ വേണം, അതായത് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, അങ്ങനെയുള്ളവർക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത്. സെയിം കാര്യം തന്നെ ഞാൻ ഈ വീഡിയോയിലും പറയുകയാണ്. അതായത് ഗെയിമിംഗ് പ്രതീക്ഷിച്ച് ഈ ഒരു ഫോൺ ആരും എടുക്കണ്ട. കാര്യം ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല. ഇത് നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, നല്ലൊരു ക്യാമറ വേണം, എന്തൊരു ഫീൽ ഗുഡ്, ഒരു വെറൈറ്റി ഡിസൈനൊക്കെ ഉള്ള ഫോൺ വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം. അല്ലാതെ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഫോൺ എടുത്താൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. കാര്യം ഹെവി പെർഫോമൻസിന് പറ്റിയൊരു ഫോണല്ല ഇത്. നിങ്ങൾക്ക് അങ്ങനെ ഹെവി പെർഫോമൻസ്, ഇപ്പോൾ ഗെയിമിംഗ് ആണ്, നിങ്ങളൊരു മൾട്ടി ടാസ്കർ ആണ്, ഹെവി ആയിട്ട് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിയൽമിയുടെ P3 ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പോയുടെ K13 ഉണ്ട്, അതേതെങ്കിലും എടുക്കാം. പോക്കോയുടെ X6 Pro ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ പറയത്തില്ല. കാര്യം ആ ഒരു ഫോണിൽ നല്ല രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ ഉണ്ട്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാര്യം ആ ഒരു ഫോൺ യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഫോൺ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഫീൽ വരെ വന്നു. കാര്യം അത്രയ്ക്ക് നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഫോൺ കൊടുത്തിട്ട് ഈ റെഡ്മി തന്നെ എടുത്തത്. Redmi Note 14 5G അത് വെച്ച് നോക്കിയപ്പോൾ അത് യൂസ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി പോക്കോ ആയിരുന്നു ഭേദമെന്ന്. ഇപ്പോൾ Redmi Note 14 5G തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓവറോൾ ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇപ്പോൾ ടച്ച് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്കാണ്. അതായത് നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ഡിസ്പ്ലേ വൈസ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഫോൺ, നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ആണെങ്കിലും കുഴപ്പമില്ല.
ഈ ഒരു 20,000 വേണ്ട സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ പ്രോസസ്സറാണെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്നത് MediaTek Dimensity 7300 Pro എന്ന് പറയുന്ന പ്രോസസ്സറിനാണ്. ഇത് സ്നാപ്ഡ്രാഗൺ ഈ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയ 6 Gen 4 കൊടുക്കാമായിരുന്നു, പക്ഷേ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്നാപ്ഡ്രാഗൺ ഒരു പ്രൊസസ്സർ കൊടുക്കായിരുന്നു. ഇപ്പോൾ ഓപ്പോ K13 ആണെങ്കിലും റിയൽമി P3 ആണെങ്കിലും സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ് കൊടുത്തിരുന്നത്. ആ ഒരു സെയിം പ്രോസസ്സർ ഈ ഒരു ഫോണിലും കൊടുക്കായിരുന്നു. കാര്യം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് Dimensity 7300 Pro എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഈ ഒരു ഫോൺ കണ്ടാൽ 20K വാല്യൂ ഫോൺ വാങ്ങണമെന്ന് ചോദിച്ചാൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ അല്ല. ക്യാമറ പ്രിഫർ ചെയ്യുന്നവർക്കും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുള്ളവർക്കും വേണമെങ്കിൽ മാത്രം എടുക്കാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഫോൺ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഒരു പ്രശ്നം സർവീസ് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ആക്സസറീസ്, അതായത് ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ്, ബാക്ക് കേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓഫ്ലൈൻ സ്റ്റോറിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ പൊട്ടുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കേസ് ആണെങ്കിൽ കൊല്ലത്തും ട്രിവാൻഡ്രത്തും മിക്ക ഷോപ്പിലും ഇല്ല. ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഓൺലൈനാണെങ്കിൽ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു CMF-1 2 Pro എന്ന് പറയുന്ന ഡിവൈസ് ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിലും പല ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ വേണം, നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളവർക്ക് മാത്രം ഈ CMF-1 2 Pro എന്ന് പറയുന്ന ഒരു ഡിവൈസ് എടുക്കാം. അല്ലാതെ ഇപ്പോൾ ഗെയിമിങ്, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് അങ്ങനെ നോക്കുകയെന്നവർക്ക് ഓപ്പോ K13 റിയൽമി P3 അങ്ങനെയുള്ള ഏതെങ്കിലും ഡിവൈസ് എടുക്കാം. എൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ക്യാമറയും കൊള്ളാം, നല്ല ഫോണാണ്. ക്യാമറ പ്രിഫർ ചെയ്യുന്നവർക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ യൂസ് ചെയ്തുള്ള എക്സ്പീരിയൻസ്. കുഴപ്പമില്ല. സർവീസ് കുറച്ച് പ്രശ്നമാണ്. പിന്നെ നെഗറ്റീവ്സ് ഉണ്ട്. മോണോ സ്പീക്കറാണ്, വോളിയം കുറവാണ്, ഹെഡ്ഫോൺ ജാക്കില്ല, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു ഫോണിലുണ്ട്. നല്ല ഇതായിട്ടുള്ള ഒരു ഫോണുമില്ല. മിക്ക ഫോൺസിലും എന്തെങ്കിലും ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. ഈ ഒരു ഫോണിലും ഉണ്ട്. ഈ ഒരു ഫോണിലെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ആൾ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി.